നമസ്കാരം സുഹൃത്തുക്കളെ, ഇൻഫോടെക് വീഡിയോയുടെ പുതിയൊരു ഇൻഫർമേഷൻ നിറഞ്ഞ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങനെ ഒരു പോൾട്രി ഫാം വിജയകരമായി നടത്താം എന്നതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. നിങ്ങൾ ഇതിനു മുമ്പുള്ള 2 എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതും കൂടെ നിങ്ങൾ കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരു പൂർണ്ണത ലഭിക്കത്തുള്ളൂ. നമുക്ക് കോഴികളുടെ ഷെഡ് ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ 2ാമത്തെ എപ്പിസോഡിൽ സെമി ഇൻറ്റൻസീവിനെയും ഫ്രീ റേഞ്ചിനെ കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് 3ാമത്തെ രീതിയായ ഇൻറ്റൻസീവ് സിസ്റ്റം, അതായത് മോഡേൺ രീതിയിൽ കോഴികളെ എങ്ങനെ വളർത്താം എന്ന ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അതിൽ തന്നെ ആദ്യത്തെ രീതിയായ ഡീപ്പ് ലിറ്റർ സിസ്റ്റത്തെക്കുറിച്ചുള്ള വിശദമായ ഇൻഫർമേഷൻസ്, കൂട് എങ്ങനെ നിർമ്മിക്കണം, കൂട് നിർമ്മിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ അസുഖങ്ങളാണ് ഇത് വരുന്നത്, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ് എന്നുള്ള വിശദമായ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഡീപ്പ് ലിറ്റർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്നോളജിയും സയൻസിനെയും ഒരുമിപ്പിച്ച് ആധുനിക രീതിയിൽ കോഴിയെ വളർത്തുന്ന ഒരു രീതിയാണ്. കോഴികളെ ഒരു ഷെഡിനകത്താണ് വളർത്തുന്നത്. മുട്ടക്കോഴികൾക്ക് 2 സ്ക്വയർ ഫീറ്റും ഇറച്ചിക്കോഴികൾക്ക് 1 സ്ക്വയർ ഫീറ്റും എന്ന അളവിലാണ് ഈ കൂട് നിർമ്മിക്കുന്നത്. കോഴിയുടെ ഷെഡ് ഉണ്ടാക്കാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പായ ഫൗണ്ടേഷൻ നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷന് 3 അടി ഉയരം വേണം. 1.5 അടി മണ്ണിൻ്റെ താഴെയും 1.5 അടി മണ്ണിൻ്റെ മുകളിലും. 3 അടി ഫൗണ്ടേഷൻ എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ നനവ് ഒരു കാരണവശാലും നമ്മുടെ കോഴിയുടെ കൂടിൻ്റെ ഫ്ലോറിൽ എത്താൻ പാടില്ല. അതിനുവേണ്ടിയാണ് 3 അടി ഫൗണ്ടേഷൻ നിർബന്ധമായി നിർമ്മിക്കേണ്ടത്. നമുക്ക് കോഴിക്കൂടിൻ്റെ നീളം എത്ര വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ഥലത്തിനനുസൃതമായി നിങ്ങൾ തന്നെ തീരുമാനിക്കാം. പക്ഷേ വീതി എന്ന് പറഞ്ഞാൽ 25 അടിയിൽ കൂടുതലാവരുത്. അത് മറ്റൊന്നും കൊണ്ടല്ല, പ്രോപ്പറായിട്ടുള്ള എയർ സർക്കുലേഷൻ 25 അടി പുറത്തായാൽ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. കോഴികളുടെ കൂട് നിർമ്മിക്കുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വേണം കോഴിയുടെ കൂട് നിർമ്മിക്കാൻ. അത് മറ്റൊന്നും കൊണ്ടല്ല, വായുസഞ്ചാരം നല്ല രീതിയിൽ ലഭിക്കാനാണ്. വായുസഞ്ചാരം നല്ല രീതിയിൽ ലഭിച്ചില്ലെങ്കിൽ ഈ രീതിയിൽ കോഴി വളർത്തുമ്പോൾ കോഴികൾക്ക് അസുഖങ്ങൾ ഉണ്ടാവാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ഇനി കോഴിക്കൂടിന് ഭിത്തികൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കാം. ഭിത്തികൾ 7 അടി ഉയരത്തിലാണ് നിർമ്മിക്കുന്നത്. ഫൗണ്ടേഷനിൽ നിന്ന് 3 മുതൽ 4 അടി ഉയരത്തിൽ നമ്മൾ ഇഷ്ടിക കൊണ്ടോ അല്ലെങ്കിൽ ടിൻ ഷീറ്റ് കൊണ്ടോ മറ രീതിയിൽ ആദ്യം ഭിത്തി കെട്ടുക. അതിനുശേഷം അതിൻ്റെ മേളിൽ നെറ്റാണ് കൊടുക്കുന്നത്. നെറ്റ് കൊടുക്കുന്നത് എയർ സർക്കുലേഷൻ ഉണ്ടാവാനും ഈ മറ പോലെ കെട്ടുന്നത് മറ്റു മൃഗങ്ങളെ കണ്ട് കോഴികൾ പേടിക്കാതിരിക്കാനും വേണ്ടിയാണ്. ഇങ്ങനെ മറ്റു മൃഗങ്ങളെ കണ്ട് കോഴികളെ പേടിച്ചു കഴിഞ്ഞാൽ കോഴിയുടെ മുട്ട ഉൽപ്പാദനത്തെ അത് ബാധിക്കുന്നൊരു ഘടകമാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഫൗണ്ടേഷനിൽ നിന്ന് 3 മുതൽ 4 അടി ഉയരത്തിൽ ഇഷ്ടിക കൊണ്ടോ അല്ലെങ്കിൽ ടിൻ ഷീറ്റ് കൊണ്ടോ മറയുണ്ടാക്കിയിരിക്കണം. അടുത്തതായി നമ്മുടെ കോഴിക്കൂടിൻ്റെ ഉയരം നിർണ്ണയിക്കുന്നതാണ്. ഉയരം അതായത് നമ്മുടെ ഫ്ലോറിൽ നിന്ന് നമ്മുടെ റൂഫിൻ്റെ ടോപ്പ് വരെയുള്ള ഉയരം 12 മുതൽ 15 അടിയായിട്ട് നമ്മൾ ക്രമീകരിക്കണം. തീർച്ചയായും ഈ ഒരു അളവിൽ തന്നെ നമ്മളിത് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ടൊരു എയർ സർക്കുലേഷൻ ഉണ്ടാകത്തുള്ളൂ. ഇനി നമുക്ക് കോഴിക്കൂടിലോട്ട് കിടക്കാനുള്ള ഡോറിൻ്റെ ഉയരവും വീതിയും നോക്കാം. 6 അടി ഉയരത്തിലും 2.5 അടി വീതിയിലുമാണ് കോഴിക്കൂടിൽ കിടക്കുന്ന ഡോറ് സെറ്റ് ചെയ്യേണ്ടത്. അകത്തുനിന്ന് പുറത്തോട്ട് തുറക്കുന്ന രീതിയിലായിരിക്കണം ഡോറ് സെറ്റ് ചെയ്യേണ്ടത്. അതുമാത്രമല്ല, കൂടിലകത്തോട്ട് കയറി വരാൻ ഒരു സേർട്ടൻ പാത്വേ, ഒരു പ്രത്യേക പാത്വേ നമ്മൾ തീർച്ചയായും ഉണ്ടാക്കിയിരിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കോഴിക്കൂടിലോട്ട് കടക്കുന്നതിന് മുമ്പ് സ്വയം അണുമുക്തരാക്കിയിട്ട് മാത്രമേ കിടക്കാവൂ. വെളിയിൽ നിന്നിട്ടുകൊണ്ട് വരുന്ന വസ്ത്രവും ചെരുപ്പും കോഴിക്കൂടിലോട്ട് ഇട്ടുകൊണ്ട് കിടക്കാതിരിക്കുന്നത് അത്രയും ഉത്തമമാണ്. കാരണം വെളിയിൽ നിന്നുള്ള രോഗങ്ങൾ കോഴികൾക്ക് പടർന്നു പിടിക്കാതിരിക്കാൻ ഇതൊരു പരിധിവരെ സഹായിക്കും. അതുമാത്രമല്ല, കോഴിക്കൂട്ടിൽ കടന്നതിന് ശേഷം തിരിച്ചിറങ്ങി വരുമ്പോഴും നമ്മൾ ഉപയോഗിച്ച വസ്ത്രവും ചെരുപ്പും ഊരി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ സ്വയം അണുമുക്തി വരുത്തിയിട്ട് മാത്രമേ പുറത്തോട്ട് ഇറങ്ങാവുള്ളൂ. ഇത് കോഴിയിൽ നിന്ന് വല്ല ബാക്ടീരിയകൾ നമ്മളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മറ്റ് ആൾക്കാരിലോട്ട് എത്താതെ തടയിടാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതേപോലെ നമ്മുടെ ഫാമിൻ്റെ മെയിൻ എൻട്രൻസിൽ ഒരു ചാല് കുഴിച്ചിട്ട് അതിൽ വെള്ളത്തിൽ ക്ലോറിൻ മിക്സ് ചെയ്തിടുക. അപ്പോൾ നമ്മുടെ ഫാമിലോട്ട് കടന്നു വരുന്ന എല്ലാ വണ്ടികളും ഈ ക്ലോറിൽ ഇറങ്ങി ടയർ റൗണ്ടായതിനു ശേഷം മാത്രം കയറി വരാൻ അനുവദിക്കുക. അതുവഴി നമുക്ക് വെളിയിൽ നിന്ന് നമ്മുടെ ഫാമിലോട്ട് കടന്നു വരാൻ പറ്റുന്ന അണുക്കളെയൊക്കെ ഒരു പരിധിവരെ തടയിടാൻ പറ്റും. അത് അസുഖങ്ങളൊക്കെ നമ്മുടെ കോഴികൾക്ക് ഉണ്ടാകുന്നത് ഒരു പരിധിവരെ തടയിടാൻ സാധിക്കുന്നതാണ്. അടുത്തായി നമ്മുടെ കോഴി ഷെഡിൻ്റെ റൂഫ് നിർമ്മിക്കുകയാണ്. റൂഫ് നിങ്ങൾക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും നിർമ്മിക്കാം. പൊതുവേ ആൾക്കാർ നിർമ്മിക്കുന്നത് കൂരയുടെ രീതിയിലാണ്. കൂരയുടെ രീതിയിൽ നിർമ്മിക്കുന്നതായിരിക്കും ഒന്നും കൂടെ ഉത്തമം. അതിനായിട്ട് നിങ്ങൾക്ക് ഏത് തരം ഷീറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. സ്റ്റീലിൻ്റെ ഷീറ്റ് ആയാലും ആസ്പെറ്റസ് ആയാലും വില കുറഞ്ഞ ഏത് തരം ഷീറ്റ് വേണമെങ്കിലും ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് കോഴിക്കൂടിൻ്റെ തറ എങ്ങനെ നിർമ്മിക്കുന്നത് നോക്കാം. കോഴിക്കൂടിൻ്റെ തറ പൊതുവേ നിർമ്മിക്കുന്നത് സിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ്, കോൺക്രീറ്റ് ചെയ്തിട്ടാണ് നിർമ്മിക്കുന്നത്. തറ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. നമ്മുടെ കൂടിന് ചുറ്റും ഒരു 1.5 മുതൽ 2 അടി കൂടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എലി, പാമ്പ് എന്നീ ജീവികളുടെ ആക്രമണം കോഴികൾക്ക് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
അടുത്തതായിട്ട് നമുക്ക് ഇതിനുവേണ്ടി ലൈറ്റ് സെറ്റ് ചെയ്യുന്ന രീതിയാണ്. ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് കോഴിയിൽ നിന്നും 6 മുതൽ 7 അടി ഉയരത്തിൽ വേണം ലൈറ്റ് നിൽക്കാൻ. അത് റൂഫിൽ നിന്നും താഴോട്ട് ഹാങ് ചെയ്തിട്ടേക്കുന്ന രീതിയിൽ ഇടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഉത്തമം. പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കോഴിക്കൂടിന് 2 സൈഡിൽ നെറ്റ് അടിച്ചുകൊണ്ട് തന്നെ അധികമായി മഴ ഉണ്ടാകുന്ന കാലാവസ്ഥയിലും തണുപ്പ് കാലാവസ്ഥയിലും കോഴിക്കൂടുണ്ടാകുന്ന അധികമായി തണുപ്പും ഈർപ്പവും ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നെറ്റുകൾ കവർ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സംവിധാനം, ടാർപ്പിയോ എന്തെങ്കിലും സംവിധാനം നമ്മൾ കരുതി വെച്ചിരിക്കേണ്ടതാണ്. കാരണം ഡീപ് ലിറ്റർ സിസ്റ്റത്തിൽ നനവുണ്ടായി കഴിഞ്ഞാൽ കോഴികൾക്ക് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള സ്ഥലം സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉയർന്ന സ്ഥലവും അതേപോലെ കളിമണ്ണും മണലും തോനെയുള്ള സ്ഥലം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തമമായിരിക്കും. ഒരു കോഴിക്കൂട് നിർമ്മിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സ്ഥലം സെലക്ട് ചെയ്യുന്നത്, അതിന് എന്തെല്ലാം അംഗീകാരങ്ങളാണ് വേണ്ടതെന്ന് ഞങ്ങൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മറക്കാതെ കാണുക. അടുത്തതായി നമുക്ക് ഈ കൂടിൻ്റെ തറയിൽ 3 മുതൽ 5 ഇഞ്ച് ഉയരത്തിൽ ലിറ്റർ നിരത്തണം. അതിനായി നമുക്ക് ഉമി സെലക്ട് ചെയ്യാം, അറക്കപ്പൊടി സെലക്ട് ചെയ്യാം, കച്ചി, അതേപോലെ തന്നെ നമുക്ക് ചകിരി, കരിമ്പിൻ്റെ വേസ്റ്റ് എന്നിവയെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയി കിട്ടുന്ന ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്ത ലിറ്റർ കൂട്ടിൽ നിരത്തിയിട്ടതിന് ശേഷം അതിനെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എപ്പോഴാണ് അതിനെ റിമൂവ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഡെയിലി നമ്മൾ ലിറ്ററുകൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മേളിൽ പുതിയ ലിറ്ററുകൾ ഇട്ട് കൊടുക്കണം. അതുമാത്രമല്ല, ഏതെങ്കിലും ഭാഗത്ത് വെള്ള നനവുകൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ ഉടൻ തന്നെ പുതിയ ലിറ്റർ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഈ ലിറ്ററിൻ്റെ അളവ് 12 ഇഞ്ച് എത്തുമ്പോൾ ഇതിനെ പൂർണ്ണമായി മാറ്റിയിട്ട് പുതിയ ലിറ്ററിൽ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ മാറ്റുന്ന ലിറ്റർ നല്ലൊരു വളമായതുകൊണ്ട് തന്നെ നമുക്ക് കൃഷി ആവശ്യത്തിന് യൂസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് പൊതുവെയുള്ള എല്ലാ ബ്രീഡുകളെ വളർത്താവുന്നതാണ്. എന്നിരുന്നാലും ഞങ്ങളുടെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ BV300, BV380, ഹൈലൈൻ പോലുള്ള കോഴികളെ ഈ രീതിയിൽ വളർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് ലഭിക്കത്തില്ല. ആ കോഴികൾക്ക് അനുയോജ്യമായ കൂടുകൾ എന്തെല്ലാമാണെന്ന് ഞങ്ങൾ തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഡീപ് ലിറ്റർ സിസ്റ്റത്തിൽ കോഴിയെ വളർത്തുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ഏരിയയിൽ അധികം കോഴികളെ നമുക്ക് വളർത്താൻ സാധിക്കുന്നു. അതുമാത്രമല്ല, ഒരു പരിധിവരെ നല്ല ഹൈജീനായിട്ടുള്ളൊരു അന്തരീക്ഷം കോഴികൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ രോഗങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. ഈ രീതിയിൽ വളർത്തുമ്പോൾ ഈച്ചയുടെ ശല്യം വളരെ കുറവാണ്. അതുമാത്രമല്ല, കോഴികളുടെ വേസ്റ്റിൽ നിന്ന് കോഴികൾക്ക് ആഹാരമാക്കാൻ പറ്റിയ അനുയോജ്യമായ കീടങ്ങൾ ഉണ്ടാവുന്നു. ആ കീടങ്ങളിൽ നിന്ന് കോഴികൾക്ക് B2, B12 വിറ്റാമിൻസ് ലഭിക്കുന്നു. കേജ് സിസ്റ്റത്തിനോട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇതൊരു ചെലവ് വളരെ കുറവാണ്. ഡീപ് ലിറ്റർ സിസ്റ്റത്തിൻ്റെ പ്രധാന പോരായ്മകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ചെറിയ ഏരിയയിൽ അധികം കോഴികൾ ഉണ്ടായതുകൊണ്ട് തന്നെ കോഴികൾക്ക് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ പടർന്നു പിടിക്കും. അതുമാത്രമല്ല, പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷനും എയർ സർക്കുലേഷനും ഇല്ലെങ്കിലും കോഴികൾക്ക് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ പടർന്നു പിടിച്ച് കോഴികൾ ചത്തുപോകുന്നതാണ്. ഈ രീതിയിൽ വളർത്തുമ്പോൾ പൊടി വളരെ കൂടുതലായതിനാൽ കോഴികൾക്ക് അത് സംബന്ധമായ അസുഖങ്ങൾ പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ഇതിനു വേണ്ടിയുള്ള ലിറ്റേഴ്സ് കണ്ടെത്താനുള്ള നമുക്കൊരു അഡീഷണൽ ചെലവ് കൂടിയാണ് ബിസിനസ്സിലോട്ട് വരുന്നത്. ഡീപ് ലിറ്റർ സിസ്റ്റം പല കർഷകരും വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷി രീതിയായതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾ കൃഷി ആരംഭിക്കുന്ന മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ. കൂടിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള കോഴികൾ മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ. അതുമാത്രമല്ല, പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ ലിറ്ററിൽ യാതൊരു കാരണവശാലും നനവ് പാടുള്ളതല്ല. നമ്മൾ ഉപയോഗിക്കുന്ന ലിറ്റേഴ്സെല്ലാം ഡ്രൈ ആയിരിക്കണം. അതുമാത്രമല്ല, സമയത്ത് തന്നെ ലിറ്ററുകൾ റിമൂവ് ചെയ്യണം. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ യാതൊരുവിധ വീഴ്ചയും വരുത്താൻ പാടില്ല. ഞങ്ങളിന്ന് പങ്കുവച്ച ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നുള്ള വീഡിയോകളിൽ പുതിയ രീതിയിൽ കോഴിയെ വളർത്തുന്ന കൂടുതലെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. തുടർന്ന് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സൈനിങ് ഓഫ് ഇൻഫോടെക് മീഡിയ. ഗോഡ് ബ്ലെസ് യു.